ക്രിസ്മസ് എന്ന് കേട്ടാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ക്രിസ്മസ് തന്നെ ആയിരിക്കും. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അത് കഴിഞ്ഞാൽ സാന്താക്ലോസും ക്രിസ്മസ് കേക്കും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വൈനും ഒക്കെ ഓർമ്മ വരും. പക്ഷെ നമ്മൾ സിനിമാ പ്രേമികൾക്ക് ക്രിസ്മസ് എന്ന് കേട്ടാൽ ആദ്യവും അവസാനവും മനസ്സിലേക്ക് ഓടി വരുന്നത് സിനിമയാണ്. ക്രിസ്മസ് റിലീസ് സിനിമകൾ. ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ നേരും, പ്രശാന്ത് നീൽ പ്രഭാസ് പൃഥ്വിരാജ് ടീമിന്റെ സലാറും, രാജ്കുമാർ ഹിരാനി ഷാറൂഖ് ഖാൻ ടീമിന്റെ ഡുങ്കിയും ഒക്കെ ഇപ്പോ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്രിസ്മസിന് സംസാരിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇവിടെ വന്ന് ചരിത്രം സൃഷ്ടിച്ച ക്രിസ്മസ് റിലീസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പഠിക്കേണ്ട പ്രൊമോഷൻ ഒന്നും അല്ല. നമ്മുടെ ഈ ഫിൽമി ടോക്സ് ചാനലിൽ ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ഒരു ബിഗ് താങ്ക്സ്. ഞാൻ അങ്ങനെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിഷ്ണു KG ആണ് നമ്മുടെ ആദ്യത്തെ മെമ്പർ. പുള്ളി മെമ്പറായിട്ട് എനിക്ക് ഇപ്പൊ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. പിന്നെ ഉജ്വൽ രാജീവ്, സാം, കെവിൻ വർഗീസ്, ഷിജു നായർ, രാഹുൽ ശങ്കർ, ഇവർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. 1992 ക്രിസ്മസ് കാലത്താണ് അരവിന്ദ് സ്വാമി മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച ഡാഡി എന്ന സിനിമ ഒരു ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സിനിമ റിലീസായത് ഡിസംബർ 24-നാണ്. അരവിന്ദ് സ്വാമിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ പക്ഷേ വലിയൊരു ഫ്ലോപ്പായി മാറി. മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ഡിസംബർ 23-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ നാടോടിയും വലിയൊരു വിജയമൊന്നും ആയില്ല. അതേ ദിവസം തന്നെ തിയേറ്ററിൽ വന്ന മറ്റൊരു ബോംബായിരുന്നു കൺഗ്രാറ്റുലേഷൻസ് മിസ് അനിത മേനോൻ. ഇതിനൊക്കെ ഇടയിൽ 1992 ഡിസംബർ 25-നാണ് അത് സംഭവിച്ചത്. ഒരു സിദ്ദിഖ് ലാൽ സിനിമ വന്ന് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി. വിയറ്റ്നാം കോളനി. ഭയങ്കര ഡെപ്തുള്ള ഇമോഷണൽ രംഗങ്ങൾ കൊണ്ടും പൊട്ടിച്ചിരിപ്പിച്ച കോമഡി സീനുകൾ കൊണ്ടും സിനിമ ഭയങ്കര റിച്ച് ആയിരുന്നു. സിദ്ദിഖ് ലാൽ ടീം മോഹൻലാലിനെ വെച്ച് ആദ്യം ചെയ്യാനിരുന്നത് മറ്റൊരു കഥയായിരുന്നു. പക്ഷെ അവരെത്ര ആലോചിച്ചിട്ടും ആ കഥ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. മോഹൻലാൽ അവരെ കാണുമ്പോഴൊക്കെ കഥ എന്തായി എന്ന് അവരോട് ചോദിച്ചു. അങ്ങനെ മോഹൻലാലിനെ വെച്ച് ചെയ്യാനുണ്ടാക്കിയ മറ്റൊരു കഥയാണ് വിയറ്റ്നാം കോളനിയുടെ കഥ. 1992 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയും വിയറ്റ്നാം കോളനി തന്നെയായിരുന്നു. ക്രിസ്മസ് റിലീസായിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമായിരുന്നു 1993. ചെങ്കോൽ, അർത്ഥന, ഗോളാന്തര വാർത്ത, ജനം, കളിപ്പാട്ടം, അങ്ങനെ തുടങ്ങി കുറെ എണ്ണം. വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൽ ഓഫ് മലയാളം സിനിമ എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് കിരീടത്തിന്റെ സീക്വലായി വന്ന ചെങ്കോൽ. എന്നാലും ആദ്യ ഭാഗം തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഓളം ചെങ്കോൽ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയിരുന്നില്ല. പട ഹിറ്റായിരുന്നു. എങ്കിലും ആ ക്രിസ്മസും ന്യൂ ഇയറും ബോക്സ് ഓഫീസ് തൂക്കിയത് വേറൊരു സിനിമയായിരുന്നു. ഈ മധു മുട്ടത്തിന്റെ കഥയില് സിനിമയാക്കാൻ കൊള്ളാവുന്ന പുള്ളിക്ക് തന്നെ തോന്നിയ കുറെ കഥകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മധു പറയാൻ തീരുമാനിച്ചത് സംവിധായകൻ ഫാസിലിനോടാണ്. കഥ പറയാൻ വേണ്ടി മധു മുട്ടം ഫാസിലിന്റെ വീട്ടിലേക്ക് ചെന്നു. വന്ന കാര്യവും മധു പറഞ്ഞു. എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ, കഥ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഫാസിൽ സാറ് കഥ കേട്ടു. അങ്ങനെ മധു മുട്ടം ഫാസിലിനോട് ആദ്യം പറയുന്നത് ഒരു ചാത്തനീറൊക്കെ പ്രമേയമാക്കിയിട്ടുള്ള ഒരു കഥയായിരുന്നു. ഫാസിലിന് ആ കഥ ഒട്ടും വർക്കായില്ല. വീണ്ടും മധുമുട്ടം വേറെ പല കഥകളും പറഞ്ഞു. എന്നെന്നും കണ്ണേട്ടന്റെ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളൊക്കെ ഈ മധു പറഞ്ഞ കഥയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കഥകളാണ്. ഈ കഥകളൊക്കെ ഇഷ്ടപ്പെട്ട ഫാസിൽ ആ കഥകളൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമകളൊക്കെ ചെയ്തു. ഫാസില് മധുവിനോട് കുറെ കാലത്തിന് ശേഷം താൻ അന്ന് ആദ്യം പറഞ്ഞ ആ ഒരു ചാത്തനേറിന്റെ കഥയില്ലേ, അത് ഒന്നുകൂടി പറയാൻ പറയുന്നു. മധു ഇത്തിരി ഡെവലപ്പൊക്കെ ചെയ്തു വെച്ചിരുന്ന ആ കഥ ഫാസിലിനോട് പറഞ്ഞു. ഇത്തവണ ഫാസിലിന് അത് കണക്ട് ആയി. പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. അത് സിനിമയുമായി മാറി. ആ സിനിമയാണ് മണിച്ചിത്രത്താഴ്. സിനിമയ്ക്ക് മണിച്ചിത്രത്താഴ് എന്ന ഈ പേരിടുന്നത് തന്നെ സിനിമയുടെ ഷൂട്ട് തീരാൻ കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു. ഈ സിനിമയിലെ ബിച്ചു തിരുമല എഴുതിയ പഴം തമിഴ് പാട്ടിഴയും എന്ന പാട്ടില് മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ എന്ന് പറഞ്ഞൊരു വരി വരുന്നുണ്ട്. ആ വരിയിൽ നിന്ന് കിട്ടിയ മണിച്ചിത്രത്താഴ് എന്ന വാക്കാണ് ഫാസില് ഈ സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിലെത്തി ചരിത്രം സൃഷ്ടിച്ചു. സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ 30 വർഷത്തിലേറെ കഴിഞ്ഞു. ഇതിനോടൊക്കെ ഒരു 100 വട്ടമെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടാകും. ഇനി വേണമെങ്കിൽ ഒരു 1000 വട്ടം അത് കാണാനും നമ്മൾ റെഡിയാണ്. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ പറ്റിയവരെ ഉറപ്പായും ഭാഗ്യവാന്മാരെന്ന് വിളിക്കാം. ഭരതൻ സംവിധാനം ചെയ്ത ചുരവും അനിൽ ചന്ദ്ര സംവിധാനം ചെയ്ത കല്യാണ കച്ചേരിയും തിയേറ്ററിൽ വന്ന് പൊട്ടിയത് 1997 ക്രിസ്മസ് കാലത്താണ്. അതിനോടൊപ്പം
വേറൊരു പടം കൂടി ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയിരുന്നു. നമ്മുടെ മണിയമ്പിള്ള രാജു യാദൃശ്ചികമായിട്ടൊരു യാത്രക്കിടയിൽ നിർമ്മാതാവ് കൂടിയായ സുരേഷ് കുമാറിനെ കണ്ടുമുട്ടി. അവരുടെ സംസാരത്തിനിടെ സുരേഷ് കുമാർ അടുത്തതായി തമിഴ്നാടൻ അർജുനെ നായകനാക്കി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ പറഞ്ഞു. കമലാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. മോഹൻലാലും സിനിമയിലുണ്ട്. ആ കഥ കേട്ട മണിയമ്പിള്ള രാജുവിന് ആ കഥ അത്ര വർക്കായില്ല. ഈ കഥയൊന്നും ഒരിക്കലും തിയേറ്ററിൽ വർക്കാവൂല. കുറച്ചു ദിവസം മുന്നേ ഒരു പടം ഡബ് ചെയ്യാൻ പോയപ്പോ രഞ്ജിത്ത് എന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. അടിപൊളി കഥയാണ്, അതൊക്കെ മോഹൻലാലിനെ വെച്ച് അഭിനയിച്ച ഷുവർ ഹിറ്റാണ് പുള്ളി പറഞ്ഞു. പിറ്റേ ദിവസം മണിയമ്പിള്ള രാജുവിന് ഒരു ഫോൺ കോൾ വരുന്നു. മോഹൻലാലാണ്. നിങ്ങളൊരു കഥ കേട്ടെന്ന് പറഞ്ഞു, അതെങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഞാൻ മുഴുവൻ കേട്ടില്ല, കേട്ടിടത്തോളം അതിഗംഭീരമാണ്. അടുത്ത ദിവസം തന്നെ രഞ്ജിത്തിനും ഷാജി കൈലാസിനും സുരേഷ് കുമാർ അഡ്വാൻസ് കൊടുത്തു. ആ സിനിമയാണ് 1997 ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ആറാം തമ്പുരാൻ. ദേവാസുരം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് ചെയ്ത സിനിമ മായാമയൂരമായിരുന്നു. അത് തിയേറ്ററുകളിൽ പൊട്ടി. അതിനുശേഷം വന്ന സിനിമകൾ കൊണ്ടും പുള്ളിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആറാം തമ്പുരാൻ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണക്കളി തന്നെയായിരുന്നു. സംവിധായകൻ ഷാജി കൈലാസിനും സുരേഷ് കുമാറിനും ഒക്കെ അടുത്ത സിനിമ വിജയിച്ചേ ഒക്കൂ എന്നൊരു അവസ്ഥ. അതിനുവേണ്ടി അന്ന് അവരെടുത്ത പണി വേസ്റ്റ് ആയില്ല. സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു. മനോജ് കെ ജയനെ ലാലേട്ടന്റെ ക്യാരക്ടറിലും ബിജു മേനോനെ സായ്കുമാറിന്റെ ക്യാരക്ടറിലും വെച്ചിട്ട് രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് രഞ്ജിത്തും ഷാജി കൈലാസും ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് അത് കറങ്ങിത്തിരിഞ്ഞ് ലാലേട്ടനിലോട്ട് എത്തി. കിഡിലൻ പാട്ടുകൾ കൊണ്ടും ആക്ഷൻ മാസ് ഡയലോഗുകൾ കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ സിനിമ കണ്ടാലും കിട്ടുന്നത്. അപ്പൊ അന്ന് തിയേറ്ററിൽ പോയി ഇടിച്ചു കുത്തി ആറാം തമ്പുരാൻ കണ്ട ആളുകളുടെ അവസ്ഥ പറയണ്ടല്ലോ. 2000 ക്രിസ്മസ് കാലം. വിനയൻ സംവിധാനം ചെയ്ത ദാദാ സാഹിബ് ഉണ്ട്. സിബി മലയിലിന്റെ ദേവദൂതനും ഉണ്ട്. മമ്മൂക്ക ലാലേട്ടൻ സിനിമകൾ. ദേവദൂതൻ ഡിസംബർ 22-നും ദാദാ സാഹിബ് 24-നുമാണ് റിലീസായത്. സിബി മലയിൽ 1983 തന്റെ ആദ്യത്തെ സിനിമയായി ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ദേവദൂതൻ. 7 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയും ആ കുട്ടി കാണുന്ന ചില സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു ആ സിനിമ. അന്ന് നടക്കാതിരുന്ന ആ സിനിമ വർഷങ്ങൾക്ക് ശേഷം 2000-ൽ ചെയ്തപ്പോൾ കഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. മോഹൻലാൽ കഥ കേട്ട് അതിൽ താല്പര്യം തോന്നി സിബി മലയിൽ വന്ന് കണ്ടതോടെ സ്ക്രിപ്റ്റ് വീണ്ടും മാറ്റി എഴുതേണ്ടി വന്നു. ആദ്യം സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് തമിഴ്നാടൻ മാധവനെയായിരുന്നു. മാധവന്റെ അടുത്ത് അവർ കഥ പറയുകയും പുള്ളി അത് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഹർത്താൽ ദിവസം ഇതിന്റെ പ്രൊഡ്യൂസറായ സിയാദ് കോക്കറിന് ഒരു ഫോൺ വരുന്നു. ഞാൻ താജ് ഹോട്ടലിലുണ്ട്, ബന്ധായതുകൊണ്ട് ഇവിടെ എങ്ങും ആരുമില്ല, ആരും വരുന്നുമില്ല, നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ചോദിച്ചത് മോഹൻലാലാണ്. സിയാദ് കോക്കർ രണ്ടാമതൊന്നും ആലോചിക്കാതെ നേരെ ലാലേട്ടന്റെ അടുത്ത് ചെന്നു. അവരുടെ ഒരു സംസാരത്തിനിടയിൽ ദേവദൂതന്റെ കഥ കയറി വരികയും ചെയ്തു. കഥ കേട്ടപ്പോൾ മുതലേ മോഹൻലാൽ അതിൽ താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് വീണ്ടും സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്യുന്നതും മോഹൻലാൽ കഥയിലേക്ക് ഇന്നാവുന്നതും. ഈ അടുത്ത് കൊടുത്തൊരു ഇന്റർവ്യൂവില് സിബി മലയില് ഞാൻ ആഗ്രഹിച്ച പോലൊരു സിനിമയായി അതെനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവദൂതൻ ഇപ്പൊ കാണുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര ഫീലാണ്. അപ്പോ പുള്ളി ആഗ്രഹിച്ച പോലൊരു സിനിമയാണ് വന്നിരുന്നെങ്കിലും നമ്മളൊക്കെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ടൈപ്പ് പാട്ടുകളാണ് വിദ്യാസാഗർ ദേവദൂതന് വേണ്ടി ഒരുക്കിയിരുന്നത്. പക്ഷെ എന്നാലും സിനിമ തിയേറ്ററുകളിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. സംവിധായകൻ വിനയൻ തന്റെ ചെറുപ്പകാലം അമ്പലപ്പുഴയിലാണ് ജീവിച്ചിരുന്നത്. അവിടുത്തെ കക്കാഴം പള്ളിയിലെ ഇമാമായിരുന്നു ബാപ്പു മുസ്ലിയാർ. ബാപ്പു മുസ്ലിയാരുടെ ക്യാരക്ടറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി പിന്നീട് ദാദാ സാഹിബ് എന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സിനിമ ചെയ്യുന്നതിന് മുന്നേ വിനയൻ ദാദാ സാഹിബിന്റെ കഥ പലരോടായി പറഞ്ഞിരുന്നു. അവരൊക്കെ ചോദിച്ചത് ഇങ്ങനൊരു കഥ ജനം അക്സെപ്റ്റ് ചെയ്യുമോ എന്നായിരുന്നു. മദ്രാസിൽ വെച്ചാണ് മമ്മൂക്കയോട് വിനയൻ ഈ കഥ പറയുന്നത്. ഇതിൽ 2 വേഷമില്ലേ, ആ 2 വേഷവും ഞാൻ തന്നെ ചെയ്തോട്ടെ, മമ്മൂക്ക വിനയനോട് ചോദിച്ചു. സ്വാഭാവികം. അങ്ങനെ ദാദാ സാഹിബ് സംഭവിച്ചു. ദേവദൂതൻ ഫ്ലോപ്പും ദാദാ സാഹിബ് ഹിറ്റുമായി. പക്ഷേ ആ ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളെ ഇളക്കി മറിച്ചത് മറ്റൊരു സിനിമയായിരുന്നു, തെങ്കാശിപട്ടണം. 2000-ലെ ക്രിസ്മസ് റിലീസായിട്ട് റാഫി മെക്കാർട്ടിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും തിയേറ്ററിൽ വന്ന സിനിമയായിരുന്നു തെങ്കാശിപട്ടണം. മോഹൻലാലിനെ നായകനാക്കിയും മമ്മൂക്കയെ നായകനാക്കിയും ഒക്കെ ആലോചിച്ച പടമായിരുന്നു തെങ്കാശിപട്ടണം. ഒടുവിൽ അത് ചെന്ന് നിന്നത് സുരേഷ് ഗോപിയിലായിരുന്നു. തെങ്കാശിപട്ടണം അന്ന് ഏതാണ്ട് 24 തിയേറ്ററുകളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് 100 ദിവസം ഓടിയത്. ആ വർഷത്തെ ക്രിസ്മസിന് മാത്രമല്ല, തൊട്ടടുത്ത വർഷത്തെ വിഷു വരെയും തെങ്കാശിപട്ടണം തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുകയായിരുന്നു. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിലും തെങ്കാശിപട്ടണം ഇടം പിടിച്ചു. 2002-ലെ ക്രിസ്മസ് റിലീസ് ആയിരുന്നു ക്രിസ്മസ് റിലീസ്. കലാഭവൻ മണിയെ നായകനാക്കി അനിൽ ബാബു സംവിധാനം ചെയ്ത വാൽക്കണ്ണാടി ഡിസംബർ 19-ന് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ഷാഫിയുടെ കല്യാണരാമനും കമലിന്റെ നമ്മളും സത്യനന്ദിക്കാടിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും രഞ്ജിത്തിന്റെ നന്ദനവും തിയേറ്ററുകളിലേക്ക് എത്തിയത് ഡിസംബർ 20-നാണ്. അനിൽ ബാബു സംവിധാനം ചെയ്ത വാൽക്കണ്ണാടി സിനിമയിലെ പാട്ടുകൾ കൊണ്ടും കലാഭവൻ മണിയുടെ പ്രകടനം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു സിനിമയായിരുന്നു. പടം തിയേറ്ററിൽ അത്യാവശ്യം ഓടിയൊരു പടവും ആയിരുന്നു. ഫുൾ ഓഫ് പുതുമുഖങ്ങളുമായി വന്നൊരു സിനിമയായിരുന്നു നമ്മൾ. സംവിധായകൻ ഭരതന്റെയും നടൻ രാഘവന്റെയും മക്കൾ ആദ്യമായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും നമ്മളിനുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മോഹൻ സിതാരയുടെ അതിലെ പാട്ടുകളായിരുന്നു. എല്ലാവരും ഒരുപോലെ പാടി നടന്നിരുന്നൊരു പാട്ടായിരുന്നു രാക്ഷസി എന്ന പാട്ട്.
കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി. സിനിമ അന്നത്തെ ഒരു ട്രെൻഡായി മാറി, ട്രെൻഡ് സെറ്ററായി മാറി. യൂത്തിനെ മൊത്തം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ അന്ന് സിനിമയ്ക്കായി. ഇപ്പൊ ഓർക്കുമ്പോ എന്തോ ഒരു നൊസ്റ്റാൾജി അടുപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് നമ്മളൊക്കെ. സംവിധായകൻ രഞ്ജിത്ത് താൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായി പ്ലാൻ ചെയ്ത ഒരു സിനിമയ്ക്ക് പക്ഷെ പ്രൊഡ്യൂസർമാരെ ഒന്നും അങ്ങനെ കിട്ടിയില്ല. അതിന് കാരണം മൂപ്പര് ആദ്യം ചെയ്ത പടം രാവണപ്രഭുവും രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിച്ച് നടന്ന പടം നന്ദനവുമായിരുന്നു. നന്ദനത്തിന്റെ കഥ കേട്ടവരൊക്കെ ഇതൊന്നും നമുക്ക് വേണ്ട, മുന്നേ രാവണപ്രഭു ചെയ്തില്ലേ അതുപോലൊരു മാസ സാധനം കൊണ്ടുവരാൻ രഞ്ജിത്തിനോട് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസർമാരൊന്നും സെറ്റാകാതെ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നടൻ സിദ്ദിഖ് ഈ കഥ താൻ നിർമ്മിച്ചോളാമെന്ന് പറയുന്നത്. സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടി. ഈ സിനിമയിലെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ഡയലോഗൊക്കെ സിനിമ ഇറങ്ങി വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഫാമിലി ഓഡിയൻസിനെ ആകർഷിച്ച നന്ദനവും ആ ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിൽ ആളെ കയറ്റി. നമ്മുടെ ജയറാമേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിലെ റാം. നടി സൗന്ദര്യ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമയും ഇത് തന്നെയായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സത്യനന്ദിക്കാട് നാട്ടിൻപുറത്തിന്റെ മാത്രം ഒരു ആളായിട്ടാണല്ലോ ബ്രാൻഡ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി നഗരജീവിതം പറഞ്ഞൊരു സിനിമ കൂടിയായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായി പോയത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായിരുന്നു. ഡിസംബർ 20 ഇറങ്ങിയ 4 സിനിമകളും ഹിറ്റ്, എല്ലാം ഓടിയ സിനിമകൾ. ഇതിലെ രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 4 സിനിമകളിലും ഇന്നസെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാം ഹിറ്റ് ആയിരുന്നെങ്കിലും ആ ക്രിസ്മസ് തൂക്കിയത് കല്യാണരാമനാണ്. പ്രേമവും കല്യാണവും ഇത് രണ്ടും ഉള്ളൊരു സിനിമ ചെയ്യണം. ഈ ഒരു ചിന്തയിൽ നിന്നാണ് കല്യാണരാമന്റെ ആലോചനകൾ ഷാഫി തുടങ്ങുന്നത്. ആദ്യം ഒരു തമിഴ് സിനിമയുടെ റൈറ്റ് മേടിച്ച് അത് മലയാളത്തിലാക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. സ്ക്രിപ്റ്റ് എഴുതാൻ ബെന്നി പി നായരമ്പലത്തിനെ വിളിച്ചു. പുള്ളിയോട് ഈ തമിഴ് പടം കാണാനും പറഞ്ഞു. ബെന്നിക്ക് പക്ഷേ ആ സിനിമ അത്ര വർക്കായില്ല. ഒരു പുതിയ സബ്ജക്ട് ആലോചിക്കാമെന്ന് ബെന്നി പറയുകയും ചെയ്തു. അങ്ങനെ ആലോചിച്ച് ചെയ്ത സിനിമയാണ് കല്യാണരാമൻ. ഇപ്പൊ കണ്ടാലും എപ്പോ കണ്ടാലും ചിരി നിർത്താൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ. അതിലെ ചില സീനുകളിൽ അഭിനയം മറന്ന് ചിരിക്കുന്ന ദിലീപിന്റെ വീഡിയോസ് ഒക്കെ ഈ അടുത്ത് ഭയങ്കര വൈറലായിരുന്നു. ഒരു പാട്ടിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതിൽ ദിലീപിനെ പ്രായമുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ മേക്കപ്പ് ചെയ്ത അതേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ദിലീപിനും ഈ സീനിന് വേണ്ടി മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അത്യാവശ്യം പൈസ കൊടുത്താണ് അവരെ മുമ്പിൽ നിന്നും കൊണ്ടുവന്നത്. ഏത് ക്യാരക്ടർ വാതുറന്നാലും അത് കോമഡി പറയാനായിരിക്കും എന്ന രീതിയിലാണ് കല്യാണരാമന്റെ കഥയുടെ ഒരു പോക്ക്. ഇപ്പോഴും ഫ്രഷ് ആയി നിൽക്കുന്ന കോമഡികൾ, എല്ലാ കാലത്തും ഫ്രഷ് ആയി തന്നെ നിൽക്കാൻ സാധ്യതയുള്ള കോമഡികൾ. 2003 ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 19 തിയേറ്ററുകളിലേക്ക് എത്തിയത് മുല്ലവള്ളിയും തേന്മാവും. പിന്നീട് വന്നത് ഷാഫിയുടെ പുലിവാൽ കല്യാണം, വിപിൻ മോഹന്റെ പട്ടണത്തിൽ സുന്ദരൻ. 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 27 ലോഹിതദാസിന്റെ ചക്രവും തിയേറ്ററുകളിലേക്ക് എത്തി. നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ചൊരു സിനിമയാണ് പുലിവാൽ കല്യാണം. ജയസൂര്യയാണ് സിനിമയിലെ നായകനെങ്കിലും ഇതിൽ ജയസൂര്യയേക്കാൾ സ്കോർ ചെയ്തത് സലിംകുമാറും കൊച്ചിൻ അനീഫയും ഒക്കെയാണ്. ഈ അടുത്തൊരു ഇന്റർവ്യൂയിലും ജയസൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, പുലിവാൽ കല്യാണം എന്ന സിനിമ ഒരിക്കലും എന്റേതല്ല, അത് പൂർണ്ണമായും സലീം കുമാറിന്റേതാണ്, അദ്ദേഹമാണ് ആ സിനിമയുടെ ആണിക്കല്ല്, ഞാനതിൽ അഭിനയിച്ചു എന്ന് മാത്രം. അത് ഏതാണ്ട് സത്യവുമാണ്. ദിലീപിനെ ആയിരുന്നു ആദ്യം ഷാഫി പുലിവാൽ കല്യാണത്തിലേക്ക് പ്ലാൻ ചെയ്തിരുന്നത്. അന്നത്തെ ചില തിരക്കുകൾ കാരണം ദിലീപ് ബാക്ക് അടിച്ചതോടെയാണ് പുലിവാൽ കല്യാണം ജയസൂര്യയിലേക്ക് എത്തുന്നത്. ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ, ദിലീപ്, വിദ്യാബാലൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ചക്രം. ഇവരെ വെച്ച് സിനിമയുടെ പോസ്റ്ററും 6 പാട്ടുള്ള കാസറ്റും ഒക്കെ ഇറങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ സിനിമ നടക്കാതെ പോയി. അതിനുശേഷമാണ് ലോഹിതദാസ് തന്നെ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നതും പൃഥ്വിരാജിനെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ മോഹൻലാലിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റിൽ 21ാമത്തെ വയസ്സിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. അന്ന് തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം രീതിയിൽ പുള്ളി അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ മുല്ലവള്ളിയും തേന്മാവും അതുപോലെ ആ സമയത്ത് തിയേറ്ററിൽ വർക്ക് ആവാതെ പോയി. ദിലീപ് നവ്യ കോംബോയിൽ വന്ന പട്ടണത്തിൽ സുന്ദരൻ ഒരു സൂപ്പർ ഹിറ്റായ സിനിമയൊന്നും അല്ലെങ്കിലും അന്ന് അത്യാവശ്യം ഒരാളെ കയറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഇന്നിറങ്ങുന്ന പല ദിലീപ് സിനിമകളെക്കാളും എന്തുകൊണ്ടും നല്ലൊരു സിനിമ തന്നെയായിരുന്നു പട്ടണത്തിൽ സുന്ദരൻ. സിനിമയിൽ എടുത്ത് പറയേണ്ടത് കൊച്ചിൻ അനീഫയുടെ കൗണ്ടറുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളെക്കാളൊക്കെ കളക്ഷൻ കിട്ടി ആ വർഷത്തെ ക്രിസ്മസ് വിന്നറായത് മറ്റൊരു സിനിമയായിരുന്നു, ജയറാമേട്ടന്റെ മനസ്സിനക്കരെ. ഈ സത്യനന്ദിക്കാടിന്റെ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ പുള്ളിയുടെ സിനിമകളൊക്കെ ആളുകൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. സാധാരണക്കാരുടെ തീർത്തും നോർമൽ ലൈഫ് പറയുന്ന ഒരു സിനിമയായിരുന്നു മൂപ്പരുടെ മനസ്സിനക്കരെ. മനസ്സിനക്കരെ സിനിമ ഏതാണ്ട് ഷൂട്ട് തുടങ്ങിയതാണ്. പക്ഷെ നായിക ഇതൊരു സെറ്റ് ആയില്ല. ശീല സിനിമയിലുള്ളപ്പോൾ വേറെ നായിക എന്തിനാണെന്ന ലൈനിലാണ് സത്യനന്ദിക്കാട്. അപ്പോൾ നായികയുടെ പോഷൻ ഷൂട്ട് വരുമ്പോഴേക്കും പുതിയ ആരെങ്കിലും പെട്ടെന്ന് സെറ്റ് ആക്കാമെന്നൊരു കോൺഫിഡൻസിലാണ് പുള്ളി അപ്പോഴുള്ളത്. 10 ദിവസത്തോളം ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് അവർ പിന്നെ നായികയെ തപ്പി ഇറങ്ങുന്നത്. പക്ഷെ ആരും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. അങ്ങനെ ഇരിക്കെ വനിത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ വന്നൊരു പരസ്യവും അതിലെ മോഡലും സത്യനന്ദിക്കാടിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതാണ് നയൻതാര. ജയറാം ഇന്നസെന്റ് കോംബോ ഒക്കെ സിനിമയിൽ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഇമോഷണലിയും കോമഡി ആയാലും നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന സീൻസ് ആയിരുന്നു ജയറാമും ഇന്നസെന്റും വരുന്ന സീനുകളൊക്കെ. ഇളയരാജയുടെ പാട്ടുകളും വമ്പൻ ഹിറ്റ് ആയിരുന്നു അന്ന്. 2009 ക്രിസ്മസ്, ശങ്കർ പണിക്കർ സാർ സംവിധാനം ചെയ്ത കേരളോത്സവം 2009. വിനു മോഹൻ സാർ നായകനായ സിനിമ
അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിലം തൊടാതെയാണ് തിയേറ്ററുകളിൽ നിന്ന് ഓടിയത്. ആ വർഷത്തെ ക്രിസ്മസ് റിലീസായിട്ട് വന്ന ലാലേട്ടൻ സിനിമയായിരുന്നു റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഇവിടം സ്വർഗമാണ്, ജെയിംസ് ആൽബർട്ടിന്റെ സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമാണ്. എത്ര തവണ കണ്ടാലും ഇതിന്റെ ആ ഒരു ക്ലൈമാക്സ് മടുക്കൂല. അമിക്കസ് ക്യൂരിയെ പറ്റി പലരും ആദ്യമായി കേൾക്കുന്നതും പിന്നീട് അതൊരിക്കലും മറക്കാൻ പറ്റാതെ മനസ്സിൽ പതിഞ്ഞതും ആ ക്ലൈമാക്സ് പോർഷനിലാണ്. ഇവിടം സ്വർഗമാണ് 2009 ക്രിസ്മസ് കാലത്തെ ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. എന്നാൽ 2009 ക്രിസ്മസിനെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ചട്ടമ്പിനാടായിരുന്നു. ബെന്നി പി നായരമ്പലവും ഷാഫിയും ചട്ടമ്പിനാടിലെ മല്ലയ്യയായി മനസ്സിൽ കണ്ടതും ആ കഥ ആദ്യമായി പറയുന്നതും സുരേഷ് ഗോപിയുടെ അടുത്താണ്. കഥയൊക്കെ സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിലെ കന്നഡ മലയാളമൊക്കെ താൻ പറഞ്ഞാല് ഭയങ്കര ബോറും, ആൾക്കാർക്കൊന്നും അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് സുരേഷ് ഗോപി അതിൽ നിന്നും ബാക്ക് അടിച്ചു. പിന്നീടാണ് ആ കഥ മമ്മൂക്കയിലേക്ക് എത്തുന്നത്. കഥ കേട്ടതും മമ്മൂക്ക അത് ചെയ്യാൻ ഏറ്റവും സ്വാഭാവികം. ഈ സിനിമയെ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സുരാജ് വെഞ്ഞാറമൂട് ചെയ്ത ദശമൂലം ദാമുവും സലിംകുമാറിന്റെ മാക്രി ഗോപാലനുമാണ്. കാലം എത്ര കഴിഞ്ഞാലും ഈ ക്യാരക്ടേഴ്സ് സോഷ്യൽ മീഡിയയിലും ആളുകളുടെ മനസ്സിലും എന്നും നിറഞ്ഞു നിൽക്കും. 2013 ക്രിസ്മസ് 2013 ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിയ സിനിമകളാണ്. ഡിസംബർ 18 വന്ന ലാൽ ജോസ് സിനിമ 7 സുന്ദര രാത്രികൾ, 19 വന്ന ജിത്തു ജോസഫ് സിനിമ ദൃശ്യം, 20 വന്ന സത്യനന്ദിക്കാട് സിനിമ ഒരു ഇന്ത്യൻ പ്രണയകഥ. ദിലീപും ലാൽ ജോസും ഒന്നിക്കുന്ന 7ാമത്തെ സിനിമയും സ്ക്രിപ്റ്റ് റൈറ്റർ ജെയിംസ് ആൽബർട്ടും ലാൽ ജോസും 7 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച സിനിമയുമാണ് 7 സുന്ദര രാത്രികൾ. 7 കോടി പിന്നെ 7 കോടി എന്ന റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം അന്ന് വിറ്റുപോയത്. അത്ര ഒരു വൻ ദുരന്ത സിനിമയൊന്നും ആയിരുന്നില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു 7 സുന്ദര രാത്രികൾ. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. അത്യാവശ്യം തിയേറ്റർ റൺ കിട്ടിയ ഒരു സിനിമയായിരുന്നു സത്യനന്ദിക്കാടിന്റെ ഫഹദ് ഫാസിൽ സിനിമ ഒരു ഇന്ത്യൻ പ്രണയകഥ. പുതിയതെന്ന് നമുക്ക് എടുത്തു പറയാനൊന്നുമില്ലായിരുന്ന ഒരു സിനിമ ആയിരുന്നെങ്കിലും അത്യാവശ്യം വർക്കാവുന്ന കോമഡികൾ കൊണ്ടും സിനിമ ആൾക്കാരെ പിടിച്ചിരുത്തി. മലയാള സിനിമയിലെ തന്നെ ഒരു ഐക്കോണിക് ഓട്ടമാണ് ഇന്ത്യൻ പ്രണയകഥയിലെ ലാത്തി ചാർജ് തുടങ്ങുമ്പോൾ പോക്കറ്റും പൊത്തിപ്പിടിച്ചോടുന്ന ഫഹദിന്റെ ഓട്ടം. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബസ് കിട്ടാൻ വേണ്ടി സംവിധായകൻ ഫാസില് പോക്കറ്റിൽ നിന്നും പൈസ വീഴാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അത്ര ഓടിയിരുന്നത്. ആ ഓട്ടത്തെ പറ്റി നെടുമുടി വേണുവാണ് സത്യനന്ദിക്കാടിനോട് പറഞ്ഞത്. കേട്ടപ്പോൾ രസം തോന്നി, പുള്ളി അത് സിനിമയിലേക്ക് എടുത്തു. ഫാസിലിന്റെ മകൻ ഫഹദിനെ കൊണ്ട് തന്നെ ആ ഓട്ടം റീക്രിയേറ്റ് ചെയ്തു. എല്ലാ കാലത്തും 2013 ക്രിസ്മസ് ആളുകൾ എന്നും ഓർത്തിരിക്കും. അറ്റ്ലീസ്റ്റ് സിനിമാ പ്രേമികളെങ്കിലും എന്നും ഓർത്തിരിക്കും. അതിന് കാരണം ദൃശ്യം. 2010 തുടക്കത്തിൽ എഴുതി തീർത്തൊരു സ്ക്രിപ്റ്റാണ് ദൃശ്യത്തിൻ്റെത്. അന്ന് ജിത്തു ജോസഫ് ഇത് എഴുതുന്നത് പുള്ളിയുടെ തന്നെ ഒരു അസോസിയേറ്റ് ഡയറക്ടർക്ക് വേണ്ടിയാണ്. അന്ന് വേറൊരു നടനായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പിന്നീട് ജിത്തു ജോസഫ് തന്നെ സിനിമ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് കഥ പറയുകയും ചെയ്തു. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആൾറെഡി ഉള്ളത് കൊണ്ട് ഈ സിനിമ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മമ്മൂക്ക പറഞ്ഞു. പോയത് പോയി. പിന്നീട് ജിത്തു ജോസഫ് ഒരു പ്രൊഡ്യൂസറെയും കൊണ്ട് ആന്റണി പെരുമ്പാവൂരിനെ കാണാനാണ് പോയത്. അത് വേറൊരു കഥയായിരുന്നു. ആന്റണി അപ്പോൾ പറഞ്ഞത് ലാലേട്ടൻ ആൾറെഡി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, പുതിയൊരു പ്രൊഡ്യൂസറെയും കൊണ്ടുവന്നാലൊന്നും ചെയ്യാനില്ല. നമുക്കില്ലാത്തത് ഒരു പ്രൊഡ്യൂസർ ഒന്നുമല്ല, നമുക്കില്ലാത്തത് നല്ലൊരു കഥയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കഥയുണ്ട് കേട്ടുവെക്ക് എന്ന് പറഞ്ഞ് ജിത്തു ജോസഫ് പറഞ്ഞ കഥയായിരുന്നു ദൃശ്യത്തിൻ്റെത്. 2 ഫാമിലികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാമിലികൾ. കാണുന്നവർക്ക് തന്നെ തോന്നണം ഇതിൽ ഏത് വീട്ടുകാരുടെ കൂടെ നിൽക്കണമെന്ന്. ആ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ജിത്തു ജോസഫ് ഈ കഥ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ തിയേറ്ററുകളിലെത്തിയ സിനിമയിലൂടെ നമ്മൾ കാണുന്നത് പുതിയൊരു ചരിത്രമാണ്. മലയാള സിനിമയുടെ ബിസിനസ് വളരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ദൃശ്യം. ഒരു ത്രില്ലർ ഇവിടെ വന്ന് ഇത്രയും വലിയ ഹിറ്റ് ആയപ്പോൾ പലരും ആദ്യം തപ്പിയത് ഇത് ഏത് കൊറിയൻ പടത്തിന്റെ കോപ്പിയാണെന്നാണ്. എന്നാൽ അവിടെയും ട്വിസ്റ്റ് നടന്നു. നമ്മുടെ മലയാളം ദൃശ്യമാണ് കൊറിയയിലേക്ക് റീമേക്ക് ചെയ്തു പോയത്. 2015 ഉണ്ണിയാറ്, നമ്മുടെ എഴുത്തുകാരൻ ഉണ്ണിയാറ് ദുൽഖറിനെ വിളിച്ചിട്ട് പറയണം, എനിക്ക് നിന്റെ അടുത്തൊരു കഥ പറയണം, നീ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ദുൽഖർ തിരിച്ചു പറയാണ്, ചേട്ടാ ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്, ഇപ്പൊ തന്നെ കേൾക്കാം. അങ്ങനെ ഉണ്ണിയാറ് ഫോണിലൂടെ ആ കഥ ദുൽഖറിനോട് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ദുൽഖറിനും ആ കഥയുടെ ഒരു ഐഡിയ ഇഷ്ടമായി. അതിനുശേഷം പിന്നീട് ദുൽഖർ ഉണ്ണിയാറും മറ്റു പല തിരക്കുകളിലും ആയി. മുന്നറിയിപ്പിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണിയാർ ഈ കഥ മമ്മൂക്കയോട് പറഞ്ഞു. മമ്മൂക്കയ്ക്കും കഥ ഇഷ്ടപ്പെട്ടു. നമുക്കിത് നല്ലൊരു സംവിധായകനെ വെച്ച് ചെയ്യിപ്പിക്കാമെന്ന് മമ്മൂക്കയും പറഞ്ഞു. അപ്പോൾ അപർണ ഗോപിനാഥാണ് മാർട്ടിൻ പ്രക്കാട്ടിപ്പോൾ സിനിമ ചെയ്യാൻ കഥ നോക്കുന്നുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ണിയാർ മാർട്ടിന്റെ അടുത്ത് കഥ പറയുന്നു. പുള്ളിക്ക് അത് ഭയങ്കര വർക്കായി. ദുൽഖറിന് ആൾറെഡി അറിയുന്ന കഥയായതുകൊണ്ട് തന്നെ പടം പെട്ടെന്ന് ഓൺ ആവുകയും 2015 ക്രിസ്മസ് റിലീസായി ഡിസംബർ 24 തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. ചില ലഹരി പദാർത്ഥങ്ങളെ ചാർലി എന്ന് പറയുന്നത് കൊണ്ട് ഈ സിനിമ അത്തരത്തിൽ ലഹരി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിനിമയാണെന്നും ഒരു അധോലോക ഡാർക്ക് മൂഡിലുള്ള ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ മുൻപേ ചില സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഫുള്ള് ഹാപ്പി മൂഡായിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് വരുന്ന ഒരു അടിപൊളി പടം. വമ്പൻ ഹൈപ്പിൽ വന്ന സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടുകയും ചെയ്തു. അടുത്തത് ഏറെക്കുറെ നമ്മുടെ എല്ലാവരുടെയും ഒരു കോളേജ് ലൈഫിലെ ഓർമ്മകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഹോസ്റ്റലുമായിട്ടായിരിക്കും. അങ്ങനെ രസമുള്ളൊരു ഹോസ്റ്റൽ ലൈഫ് കഥ പറഞ്ഞ സിനിമയായിരുന്നു അടികപ്പിയാരെ കൂട്ടമണി. ഒരു അൺഎക്സ്പെക്ടഡ് ഹിറ്റ്. ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ക്രിസ്മസ് ദിവസം റിലീസായ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് അതിൽ കിടിലൻ കോമഡികൾ തന്നെയായിരുന്നു. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത അടികപ്പിയാരെ കൂട്ടമണി കോടികളാണ് തിയേറ്ററുകളിൽ നിന്നും വാരിയത്. 2015 ഏറ്റവും വലിയ ക്രിസ്മസ് ഹിറ്റ് ഈ പറഞ്ഞ ഒന്നും ആയിരുന്നില്ല. അത് മറ്റൊരു സിനിമയാണ്
ടു കൺട്രീസ്. നജീം കോയ റാഫിയുടെ അടുത്തൊരു കഥ പറയുകയും അത് റാഫിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയും ചെയ്തു. റാഫി അത് നജീമിനോട് തന്നെ എഴുതാൻ പറഞ്ഞെങ്കിലും ഷാഫിയും നജീം കോയയും അത് റാഫിയോട് എഴുതി തരാമെന്ന് തിരിച്ചു ചോദിച്ചു. അങ്ങനെയാണ് റാഫി ടു കൺട്രീസിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നത്. ആദ്യം ഒരു സീരിയസ് ഐഡിയ ആയിരുന്ന ടു കൺട്രീസ് റാഫി വന്നതോടുകൂടി ഫുൾ കോമഡി ആയി മാറി. ദിലീപ് അജു വർഗീസ് സീനുകളും ദിലീപ് മമത കോംബോ ഈ പടത്തിൽ നല്ല രീതിയിൽ തന്നെ വർക്കായി. സുരാജും മുകേഷും കൂടെ കട്ടയ്ക്ക് നിന്നതോടെ സിനിമ വേറെ ലെവലിലേക്ക് പോയി. അന്ന് സിനിമ 50 കോടിയിലേറെ രൂപ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തു. 2022 കാപ്പ, ആനന്ദം പരമാനന്ദം, നാലാം മുറ, ഓ മേരി ലൈല, ഇത്രയും സിനിമകളാണ് 2022 ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിയത്. GR ഇന്ദുഗോപന്റെ വായനക്കാർക്കിടയിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് ശംഖുമുഖി. അത് സിനിമയാകുന്നു കേട്ടപ്പോൾ മുതലേ പലരും പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ ഇന്ദുഗോപൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ കഥ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ കാപ്പ എന്ന പേരിൽ തിയേറ്ററുകളിലെത്തി. തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക തന്നെയായിരുന്നു ഇന്ദുഗോപന്റെ കഥയിലും ഉണ്ടായിരുന്നതെങ്കിലും സിനിമയിലേക്ക് വന്നപ്പോൾ അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി. വേറൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ ഗുണ്ടാ കഥകളൊക്കെ പറയുമ്പോൾ ആ കഥ നടക്കുന്ന സ്ഥലം കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ ആയിരിക്കും. അതിന് ഡിഫറന്റ് ആയിട്ട് കാപ്പ തിരുവനന്തപുരത്ത് വെച്ച് കഥ പറഞ്ഞു. കൂടെ ഇറങ്ങിയ ബാക്കി സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ സിനിമ തന്നെ ആയിരുന്നു കാപ്പ. അത്യാവശ്യം തിയേറ്ററുകളിൽ ആളുകളൊക്കെ കയറിയ ഒരു സിനിമ തന്നെയായിരുന്നു. ക്ലൈമാക്സില് ആ ഗുണ്ട വിനു പോർഷനൊക്കെ എയറിൽ കയറി എന്നുള്ളത് വേറൊരു സത്യം. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതുവരെ ലതീഫ് അങ്കിളുടെ പേനത്തുമ്പിലെ ഇമാജിനറി ഗ്യാങ് മാത്രമായിരുന്നു ബിനു ഗ്യാങ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഷാഫി സംവിധാനം ചെയ്ത ആനന്ദം പരമാനന്ദം ഒക്കെ ഒട്ടും ശ്രദ്ധ നേടാതെ പോയൊരു സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയ ഇതൊക്കെ എപ്പോ എന്ന് നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചില്ലേ? അതുപോലെ തന്നെയായിരുന്നു ദീപു അന്തിക്കാട് സംവിധാനം ചെയ്ത നാലാം മുറ. പക്ഷേ ആ പടം കൊണ്ട് ഗുണമുണ്ടായ ഒരാളുണ്ട്. അയാളെ പറഞ്ഞാൽ നിങ്ങൾ അറിയും. ഈ സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞ് വൈറലായ പിന്നീട് എയറിലായ അബ്ദുൾ ബാസിത്ത്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം, ഞാനൊരു നിയോഗം മാത്രം. അങ്ങനെ ഈ പടത്തിന്റെ റിവ്യൂ പറഞ്ഞ് അങ്ങ് കത്തിക്കയറി. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരു സിനിമ തന്നെ ആയിരുന്നു അഭിഷേകിന്റെ ഓ മേരി ലൈല. സിനിമയിൽ ആകെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെപ്പ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അടിയും ബഹളവും ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു വന്ന സിനിമയും അത്ര ഗുഡ് ആയില്ല. പക്ഷേ ഇതിന്റെയൊക്കെ കൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസായി വന്ന ഓളം ഉണ്ടാക്കിയ ഒരു സിനിമയുണ്ട്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം. കഥാപരമായി അത്ര വലിയൊരു വമ്പൻ സംഭവം പടമൊന്നും അല്ല മാളികപ്പുറം എങ്കിലും ഒരു വിശ്വാസിക്ക് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ആ പടം അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. അതായിരുന്നല്ലോ അവരുടെ ഒരു ഉദ്ദേശവും. പിന്നെ കൂടെ ഓടാൻ വേറെ നല്ല സിനിമകളൊന്നും ഇല്ലാത്തതും അന്ന് മാളികപ്പുറത്തിന് നന്നായി തന്നെ ഗുണം ചെയ്തെന്ന് പറയാം. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തിയേറ്റർ എന്താണെന്ന് തന്നെ മറന്നുപോയ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, കുറച്ച് പ്രായമായ ആൾക്കാർ. അവരെയൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കണമെന്ന വാശി സിനിമ ചെയ്യുന്നതിന് മുന്നേ ഇവർക്കുണ്ടായിരുന്നു. അത് നടക്കുകയും അല്ലെങ്കിൽ നടത്തിയെടുക്കുകയും ചെയ്തു. ഈ കിളവിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നേ. ഉണ്ണിമൂന്തനെ കാണിക്കുന്ന നേരം മുതൽ സ്വാമിയേ ശരണയ്യപ്പം തിയേറ്ററിനകത്ത് ബാക്കിയുള്ള ഒരു സിനിമ കാണാൻ ഇരിക്കുകയാണെന്നുള്ളൊരു ബോധമില്ലാതെ ഒരു വട്ടുകളവി. ദിലീപിനെ മനസ്സിൽ കണ്ടാണ് ഈ സിനിമയുടെ മാളികപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതെങ്കിലും പിന്നീട് അത് കറങ്ങി തിരിഞ്ഞ് ഉണ്ണി മുകുന്ദനിലെത്തി. എങ്ങനെ നോക്കിയാലും മാളികപ്പുറം ഒരു വമ്പൻ സിനിമയൊന്നും അല്ല. പക്ഷേ ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഇമോഷൻസും ഇത്തിരി ഭക്തിയും കുറച്ച് ക്യൂട്ട്നെസ്സും പാട്ടുകളും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഭക്തി പടമാണ് മാളികപ്പുറം. അതുകൊണ്ട് തന്നെ സിനിമ ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ക്രിസ്മസ് റിലീസായി വന്ന വമ്പൻ ഹിറ്റടിച്ച ചരിത്രമായ ചില സിനിമകൾ. ശരിക്കും ഓരോ വർഷത്തെയും ക്രിസ്മസ് റിലീസുകൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ അപ്പോഴാണ് വേറൊരു ചാനൽ അതുപോലൊരു വീഡിയോ വന്നത്. ഒരു പുത്തൂരം ചാനലാണെന്ന് തോന്നുന്നു വന്നത്. പിന്നെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതി നമ്മുടേതായിട്ടുള്ള ഒരു രീതിക്ക് ഇങ്ങനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം പോയതുകൊണ്ട് ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഈ വീഡിയോ ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളൊക്കെ കാണുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഫിൽമി ടോക്സിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മെമ്പേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്കപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.